കേട്ടിട്ട് സൂപ്പറാണ്. ഓ രക്ഷപ്പെട്ട്. പാറുവിന് കൊതിയായിട്ടാ. ഇപ്പൊ ചേട്ടന്റെ വായിന്ന് കപ്പലോടിയ. എടാ ഇത് റെഡിയാന്നാണ് തോന്നുന്നേടേ. பார்த்தாலே தெரியுது ரொம்ப ருசியா இருக்கும். എടി ഗൗരി, ഓ നീ അടുക്കളയിലൊക്കെ കയറി വലിയ പാചകറാണിയായെന്ന് തോന്നുന്നു. അയ്യാടാ, ഗൾഫിലായിരുന്നപ്പോഴേ ഞാൻ തന്നെ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കണം. തള്ളേ, അമ്മായിയുടെ തള്ളു തുടങ്ങി കേട്ടോ. നല്ല ചൂടുണ്ടല്ലേ, നമുക്ക് ഇപ്പൊ തന്നെ കഴിച്ചാലോ? കഴിക്കാം. അനുവിന് ഇതൊക്കെ സെറ്റ് ചെയ്യണ്ടേ? ഞാനല്ല സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതെങ്കിലും അടിപൊളിയായല്ല. ഞാൻ ഇതൊക്കെ സെറ്റ് ആക്കട്ടെ. ഓക്കേ ഡേ, എല്ലാവരോടും ഒരു കാര്യം പറയാൻ പോവാണ്. ദേ, പുതിയ വർഷം പിറക്കുവാണ്. 2024 ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഈ മഞ്ഞ പെയ്യുന്നിരുട്ടിലേക്ക് മറയുകയാണ്. 2025 ആണെങ്കിലോ നമ്മള് പൊളിക്കും. പുതിയ വർഷം, പുതിയ പ്രതീക്ഷ, എന്തിന് പുതിയൊരു ലോകം തന്നെ. സെറ്റല്ലേ? അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ പുതിയ വർഷത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതിയ തീരുമാനം എടുക്കണം. പഴയതൊക്കെ കളയും വേണം, അതായത് വേണ്ടാത്തത്. ഈ വേണ്ടാത്ത ദുശീലങ്ങളെന്നും പറഞ്ഞാൽ അങ്ങനത്തൊന്നും ഇല്ലല്ലോ കളയാൻ. ചേട്ടനുണ്ടല്ലോ, ചേട്ടൻ വർഷം കഴിയും തോറും ചേട്ടൻ ആർത്തി കുടിക്കൊണ്ടിരിക്കുക. അത് നാളത്തോടെ ഫുഡ് കുറയ്ക്കണം. ഈ അമിതാഹാരം അത്ര ശരീരത്തിന് നല്ലതല്ല കേശു. അത് കറക്റ്റ്. ഈ ആഹാരം കഴിക്കുന്നോണ്ടുള്ള പ്രശ്നമൊന്നുമില്ല. പണിയെടുത്താൽ മതി. നിനക്ക് എന്തുവാ പണി? ഭക്ഷണം കഴിക്കുക, വെറുതെ ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, വെറുതെ ഇരിക്കുക. ഇതിലാണ് എന്തുവാണ് ചെയ്യുന്നത്? അതിലാണ് മാറ്റി പിടിക്കണത്. 2025 തുടക്കം മുതൽ ഞാൻ ജിമ്മിൽ പോണു. ഇനി എക്സസൈസും എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഫ്രഷ് നൂറ്റാണ്ടിലെ ഫ്രഷ് കോമഡി. എന്റെ പൊന്നോ, എന്റെ നല്ല വെറൈറ്റി റെസൊല്യൂഷൻ ആണ് കേട്ടാ. ഞാൻ ഇപ്രാവശ്യം സാധാരണ ബുക്ക് വായിക്കലൊക്കെ ഇത്തിരി കുറവാണ്. അതുകൊണ്ട് വായനാശീലം മെച്ചപ്പെടുത്താൻ വേണ്ടി ദിവസവും മിനിമം ഒരു ബുക്കിൽ നിന്ന് ഒരു പേജെങ്കിലും വായിച്ചിരിക്കും. അതാണ് എന്റെ റെസൊല്യൂഷൻ. സൂപ്പർ ശിവ. താങ്ക് യു ഗൈസ്, താങ്ക് യു. പക്ഷെ ഞാൻ എന്തെടുക്കും? ഞാൻ നല്ലൊരു റെസൊല്യൂഷൻ നിനക്ക് പറഞ്ഞുതരാം. നീ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്നോട് ഒന്ന് ചൊറിയാറുണ്ടല്ലോ, അത് നാളെ തൊട്ടങ്ങ് നിർത്തുക. അതാണ് ഏറ്റവും നല്ല റെസൊല്യൂഷൻ. താൻ എന്നെ പുറകെ നടന്ന് ചൊറിയുമ്പോഴല്ലോ ഞാൻ തന്നെ ചൊറിയാറ്. ഇന്ന് രാവിലെ ഇവരൊക്കെ വരുന്ന സമയത്ത് ഞാൻ നിന്നെ എത്ര വട്ടം വിളിച്ചു? നീ ഒന്ന് മൈൻഡ് പോലും ചെയ്തോ? മൈൻഡ്, ഞാൻ എന്റെ ചേച്ചിനോട് സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ, അപ്പൊ താനിങ്ങനെ വിളിച്ചോണ്ടിരുന്ന ഞാൻ എന്താ ചെയ്യാ? ஸ்டாப். இங்க படிச்சவங்க தானே இந்த மாதிரி சண்டை போடுறது சரியா? நான் உங்களுக்கு ஒரு நியூ இயர் ரெசல்யூஷன் சொல்றேன். நீங்க சண்டை போடக்கூடாது. சப்போஸ் சண்டை போட்டா அப்பவே சாரி கேட்கணும். என்ன? ഞാൻ പറയാൻ റെഡിയാ, അവള് പറയത്തൊന്നുമില്ല. അക്ക പറഞ്ഞോണ്ട് ഞാനും റെഡിയാ. അടിപൊളി. ഇനി പാറുവിന്റെ റെസല്യൂഷൻ എന്താണ്? അന്നുള്ള പാഠം അന്ന് തന്നെ പഠിക്കും. 2025 തുടക്കത്തിലെ മികച്ച തള്ളിനുള്ള പുരസ്കാരം പാറുക്കുട്ടിക്കാണ്, ഉറപ്പിച്ച്. അത് കനകാന്റെ പറയുന്നേ. நான் வந்து எல்லா நாளைக்கு நம்ம ரெஸ்டாரண்ட் பக்கத்துல ஒரு சித்தி விநாயகர் கோவில் இருக்குல்ல, அதுல போய் எல்லாருக்குமா வேண்டிப்பேன் டெய்லி. മുത്താണ് എന്റെ മുത്ത്. എല്ലാരും കൂടെ ചുമ്മാ ഇങ്ങനെ കൂളായിട്ട് നിന്നാ മതിയാ? ചിന്തിയണ്ടേ? എല്ലാരും റെഡിയല്ലേ? പിന്നെ 1 2 3 ഹാപ്പി ന്യൂ ഇയർ. എന്തിനാണ് ഇവിടെ അടിപൊളി? നീങ്ങനെ പോയെന്നാ? അച്ഛനമ്മേ എന്തുപറ്റി? ശരി ചേച്ചി. നെയ്യാറ്റിങ്ങരെ പോയെന്ന്. അച്ഛനും അമ്മേ. ഓ, പെട്ടെന്ന് ഇറങ്ങി പോയെന്ന്. കാര്യം ഇതൊന്ന് കറക്റ്റ് അറിഞ്ഞൂടാ. നിന്നോട് ആരാ പറഞ്ഞേ? ചേച്ചി. എന്തിനാ കാര്യപ്പന്? അവിടെ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.